എല്ലാം ജൂതന്മാരാണ്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ വന്നൊരു കമന്റ്, ജൂതന്മാരും അമേരിക്കയാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഐസിസിനെ തള്ളി പറയുന്നു എന്നാണ് അവർ പറയുക. ഐസിസിനെ തള്ളി പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഐസിസിനെ ഇസ്ലാം തള്ളി പറയുകയാണെങ്കിൽ ഐസിസ് ഉണ്ടാവില്ല. അത് അതിന്റെ സിമ്പിൾ കാര്യം. ഇസ്ലാമിന്റെ എല്ലാ ഫണ്ടമെന്റൽസും വെച്ചുകൊണ്ടാണ് സർവ്വ ആഭരണങ്ങളും ഐസിസിന്റെ ഇസ്ലാമിക സാഹിത്യത്തിൽ നിന്നുള്ള സാധനമാണ്. അവരെ കൊടി തൊട്ട് എല്ലാ സാധനവും, പാട്ടുമല്ല. ഈ അടുത്തിടെ കാശ്മീരിൽ ഐസിസിന്റെ പതാക കത്തിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ജൂതന്മാരാണ് ഐസിസ് എന്ന് പറയുകയാണെങ്കിൽ ജൂതന്മാരുടെ പതാക കത്തിച്ചതിൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ആഹ്ലാദിക്കല്ലേ വേണ്ടത്? എല്ലാ മുസ്ലിങ്ങളും ആഹ്ലാദിക്കുമെന്നല്ല പതാക കത്തിക്കുന്നത്, അങ്ങനെ ആഹ്ലാദിക്കുന്ന ഒരു മനോഭാവം ഉള്ളവരുണ്ട്, അവർ ആഹ്ലാദിക്കല്ലേ വേണ്ടത്? അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത്. അതൊന്നും ചെയ്യാൻ പാടില്ല. അതിനകത്ത് മുഹമ്മദിന്റെ പേരുണ്ട്, അതിനകത്ത് ഖുറാന്റെ വരികളുണ്ട്. അപ്പൊ ജൂതന്മാരാണ് എന്ന് പറയുമ്പോഴും ഒരു ഐസിസുകാരൻ വീഴുമ്പോൾ മനസ്സ് പിടയുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരു ഗൂഢമായ ആഹ്ലാദമുണ്ട്. എൻ്റെ കയ്യിൽ കുറേ സർവേ റിപ്പോർട്ടുകളുണ്ട്. ഈ സർവേ റിപ്പോർട്ടുകളെല്ലാം കാണുന്ന ഒരു കാര്യം, ഐസിസ് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ 80% വരെ ഐസിസ് ശരിയാണ്. ഐസിസിന്റെ ഇപ്പോൾ അൽ ജസീറ ചാനലിലെ ഒരു സർവേ നോക്കുക, 2015 മെയ്, ഒരു മാസത്തിന് മുന്നേ ചോദ്യം ഇതായിരുന്നു: ഡു യു സപ്പോർട്ട് ദ വിക്ടറീസ് ഓഫ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖ് ആൻഡ് സിറിയ? ഡു യു സപ്പോർട്ട്? അൽ ജസീറ ചാനൽ കാണുന്നത് മുസ്ലിങ്ങളാണ് എന്ന് കൂടുതൽ സങ്കല്പിക്കും. അവരുടെ ഒരു ചാനലാണ്, ഖത്തർ അല്ലെ, ഖത്തറിലാണ് അൽ ജസീറ. 56,881 പേര് ഒരു ക്രോസ് സെക്ഷൻ സാമ്പിളായിട്ട് പങ്കെടുത്ത ഒരു വോട്ടെടുപ്പ്. അതിൽ 89% ആൾക്കാർ ഞങ്ങൾ ഐസിസിന്റെ വിജയത്തിൽ സന്തുഷ്ടരാണ്. അപ്പൊ നിങ്ങൾ പറയുന്നു വളരെ ഫ്രിഞ്ച് എലമെന്റ്, കുറച്ച് പേര് മാത്രമാണ് ഭീകരത നടത്തുന്നത്. ഇവന്മാരവിടെ പോയി ചെയ്യുന്നില്ല, പക്ഷെ മനസ്സുകൊണ്ട് ഐക്യപ്പെടുകയാണ്. തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യുന്നവർ എന്നുള്ളൊരു ബഹുമാനവും ഉള്ളിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഐഡിയോളജി ഇത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഫ്രിഞ്ച് ഗ്രൂപ്പ്സിന്റെ മാത്രമല്ല, പൊതുവായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ 78% ഓഫ് ദ ബ്രിട്ടീഷ് മുസ്ലിംസ് സെഡ് ഡാനിഷ് കാർട്ടൂണിസ്റ്റ് ഷുഡ് ബി പ്രോസിക്യൂട്ടഡ് ഓർ എക്സിക്യൂട്ടഡ്. ബ്രിട്ടീഷ് മുസ്ലിംസ്, അതായത് ഒരു വളരെ വികസ്വര രാജ്യത്ത്, സോമാലിയയും ബംഗ്ലാദേശും ഒക്കെ ആണെങ്കിൽ പറയാം, ബംഗ്ലാദേശിലൊക്കെ എത്തീസ്റ്റുകളെല്ലാം വെട്ടിക്കൊല്ലുകയാണ്. അല്ലെ, 5 ബ്ലോഗേഴ്സിനെയാണ് ഇപ്പോൾ കൊന്നിരിക്കുന്നത്. ഓടിച്ചിട്ട് വെട്ടി കൊല്ലുകയാണ്. ചുമ്മാതെ ബ്ലോഗ് എഴുതിയതാണ് കാശ്, വേറെ ഒന്നും ചെയ്യില്ല അവർ. അപ്പോൾ ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു പുരോഗമന രാജ്യമാണ്. അപ്പോൾ അവിടെയുള്ള മുസ്ലിംസിന് എല്ലാ സാധ്യതയുണ്ട്, വിദ്യാഭ്യാസം ഉണ്ടാവും, സമ്പത്തുണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അവർ ഒരുപാട് മുന്നിലായിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഭീകരാശയങ്ങളൊന്നും ഇല്ല. അതാണ് പറയുന്നത്. 78% വരുന്ന ബ്രിട്ടീഷ് മുസ്ലിംസ് പറയുന്നു ഡാനിഷ് ഡെൻമാർക്കിലെ കാർട്ടൂൺ വരച്ചവരെ കൊല്ലുക വേണം, അല്ലെങ്കിൽ ശിക്ഷിക്കുക വേണം. 78%. ഇത് നിങ്ങൾ ഏറ്റവും വികസനമായ ഫ്രീ വേൾഡിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ അൽ ജസീറ എന്ന് പറയുന്നത് കുറച്ച് പുരോഗമന സ്വഭാവമുള്ള ചാനലാണെന്നാണ് പറയുന്നത്. ഇതൊരു മത ചാനലിന്റെ പ്രേക്ഷകരല്ല. 64% ഓഫ് ദ ഈജിപ്ഷ്യൻസ് സേ ഡെത്ത് പെനാൽറ്റി ഫോർ അപ്പോസ്റ്റേറ്റ്സ്. ഇസ്ലാമിനെ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് മതം പരിത്യജിക്കുന്നവർക്ക് ശമ്പളമായി മരണം കൊടുക്കുക. ഇസ്ലാമിന്റെ വളർച്ചയുടെ തന്നെ പ്രധാന ഘടകം ഇതാണെന്ന് പലരും ഇസ്ലാം മത പണ്ഡിതന്മാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങളൊരു മതത്തിലാവുകയും നിങ്ങളുടെ ഇഷ്ടമോ നിങ്ങളുടെ തീരുമാനമോ നിങ്ങളുടെ സമ്മതമോ ചോദിക്കാതെ നിങ്ങളെ ഒരു കൂട്ടത്തിൽ എടുത്തിടുകയും ആ കൂട്ടത്തിൽ നിങ്ങൾ മാറിക്കഴിയുമ്പോൾ നിങ്ങളെ കൊല്ലുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ ആര് പോകും? അപ്പോൾ ഞാനിവിടെ വന്ന് പ്രസംഗിക്കുന്നു, ഈ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വരുമോ? ഞാൻ വരില്ല. ഈ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മതത്തിലെ ആൾ ഞങ്ങളുടെ മതം വളരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളാ വാതിലുകൾ തുറന്നിടൂ, പോകുന്നതും പോട്ടെ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കളിക്കണം. അപ്പൊ ഈ അപ്പോസ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം പരിത്യജിക്കുന്നതിന് മരണം വേണമെന്നാണ് 64% ഈജിപ്ഷ്യൻസ് പറയുന്നത്. ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭീകര രാജ്യമല്ല. ഈജിപ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഇപ്പൊ തന്നെ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടനയെ, ആ സംഘടനയുടെ നേതാക്കൾക്ക് വധശിക്ഷ വിധിക്കുന്ന രാജ്യമാണ് ഈജിപ്റ്റ്. അതായത് ഒരു മുസ്ലിം ഭീകര അല്ലെങ്കിൽ ഒരു മത മൗലിക സംഘടനയുടെ അതിനെ നിരോധിക്കുകയും അതിന്റെ നേതാക്കളെ പിടിച്ച് ജയിലിടുകയും അതിന്റെ ആൾക്കാർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്ത ഒരു രാജ്യത്ത് അവിടുത്തെ ജനങ്ങളിൽ 64% പേര് പറയുന്നു ഇസ്ലാമിൽ നിന്ന് പോയാൽ തട്ടണം. അപ്പൊ ആ സ്ട്രെയിറ്റ് ലൈൻ ഞാൻ പറഞ്ഞത് ഒരെന്നോട് പറഞ്ഞോളി നേരത്തേക്ക്. Pew Global Survey 2006, only 7% of the British people say thinks themselves as British, and 81% say that we are Muslims first
ആൻഡ് ബ്രിട്ടീഷ് സെക്കൻഡ്. ഇതാണ് ദേശീയതയുമായിട്ട് ഇസ്ലാമിനൊരു വലിയ പ്രശ്നം. സാമ്രാജ്യത്വം നമ്മൾ പറയുന്നു. ഇപ്പോൾ നമ്മൾ സാമ്രാജ്യമായിട്ട് എടുക്കുന്നത് അമേരിക്കയാണ്. ഒരു കാലഘട്ടത്തിൽ ഗ്രീസ് ആയിരുന്നു സാമ്രാജ്യം. അത് അറിവ് കൊണ്ടും സംസ്കാരം കൊണ്ടും ഗ്രീസ് മുന്നിലായിരുന്നു. ഈജിപ്റ്റ് ആയിരുന്നു അതിനു മുന്നേയുള്ള ഒരു സാമ്രാജ്യ ശക്തി. അത് കഴിഞ്ഞ് റോമായി. വെൻ സീസേഴ്സ് റൂൾഡ് റോം റൂൾഡ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഈവൻ ഐ ആം സ്റ്റാൻഡിങ് ഓൺ എ റോമൻ കോയിൻ ഹിയർ, ഐ ഡോണ്ട് നോ. അത്രയ്ക്ക് റോമിന്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ സ്പെയിൻ ഒരു വലിയ പവറായിട്ട് മാറി. സ്പാനിഷ് ആർമഡയിൽ സ്പെയിൻ്റെ ആധിപത്യം തകരുന്നു, ഇംഗ്ലണ്ട് വരുന്നു. അത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാകുന്നു. അത് കഴിഞ്ഞിട്ട് 2 ലോക യുദ്ധങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇംഗ്ലണ്ട് ആകെ അവശേഷിച്ച് ദുർബലമായിപ്പെടുന്നു. അമേരിക്കൻ പണം കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് വന്നു. അത് കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ടിൽ അമേരിക്ക വരും. ലോകത്തെ മഹാശക്തികൾ അല്ലെങ്കിൽ അതിൻ്റെ ഏകധ്രുവങ്ങൾ അല്ലെങ്കിൽ ബോസ് ഓഫ് ദ വേൾഡ് മാറിയിട്ടുണ്ട്. അമേരിക്കയാണ്. അവർ സാമ്രാജ്യത്വപരമായിട്ടുള്ള ഇടപെടലുകൾ അവർ നടത്തുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇസ്ലാമിനെ ആരും സാമ്രാജ്യം എന്ന് പറയാറില്ല. പക്ഷെ ഇസ്ലാം ഒന്നാന്തര സാമ്രാജ്യമാണ്. 50-ലധികം രാജ്യങ്ങളിൽ ഇസ്ലാമിന് ഭൂരിപക്ഷമോ ഇസ്ലാമിക ഭരണമുണ്ട്. മറ്റു രാജ്യങ്ങളിൽ അവരുടെ പ്രസൻസ് ഉണ്ട്. ലോകത്ത് എവിടെയെങ്കിലും ഒരു ഇസ്ലാമിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഏറ്റവും നല്ല ഗാസയ്ക്ക് വേണ്ടി സേവ് ഗാസ മുദ്രാവാക്യം അവർ വിളിക്കും. പക്ഷെ അവരൊരിക്കലും യമനീസിനെ ബോംബിട്ട് കൊല്ലുന്ന സൗദി അറേബ്യക്കാർക്കെതിരെ ഒന്നും സംസാരിക്കില്ല. ഐസിസ് ഇറാഖില് സുന്നീസ് ദേ കിൽ ഷിയാസ് കിൽ സുന്നീസ്. കുർസ് അവർ രണ്ടുപേരെയും കൊല്ലുന്നു. അവരെ രണ്ടുപേരും കൂടെ കൊല്ലുന്നു. ഇതൊന്നും ഒരു വിഷയമല്ല. സിറിയയിലെ കുട്ടികൾ കൊല്ലപ്പെടുന്നു, ഇത് വിഷയമല്ല. പക്ഷെ മുസ്ലിമിനെതിരെ മറ്റ് മതക്കാർ നടത്തുന്ന എന്ത് ആക്രമണവും ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവും. ഇതാണ് ദേശീയതയുമായി, അതായത് ഒരു ലോകത്തെമ്പാടും ഒരേ സംസ്കാരവും ഒരേ ബോധവും ഒരേ ഉമ്മ എന്ന് പറയുന്ന ലോകമെമ്പാടും ഒരൊറ്റ സാമ്രാജ്യത്തിന്റെ, ഒരു വിശ്വാസ സാമ്രാജ്യത്തിന്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്ന ഏക മതം ഇസ്ലാമാണ്. ആ ഡോക്ട്രിനൽ സപ്പോർട്ടുണ്ട്. ഉമ്മയുടെ കീഴിൽ വരണം, ഒറ്റ ഉമ്മ ആയിരിക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ ദേശീയതയ്ക്ക് അവിടെ സ്ഥാനമില്ല.